ഹലോ വ്യൂവേഴ്സ്, സ്കോട്ട്ലൻഡ് ഹൈലാൻഡ് ട്രിപ്പിൻ്റെ 3ാം എപ്പിസോഡാണ്. ഞങ്ങൾ ഫോർട്ട് അഗസ്റ്റസിൽ നിന്നും ലോക്ക്നെസ്സിലുള്ള ബോട്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഗ്ലെൻകോയിലേക്കാണ്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭൂപ്രകൃതിയാണ് അവിടെയുള്ളത്. ചുറ്റും ബ്രഹ്മാണ്ഡമായിട്ടുള്ള മലനിരകളാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി ആ ഒരു കാഴ്ചകളെല്ലാം ആസ്വദിക്കാനുള്ള സൗകര്യം ഡ്രൈവർ ഒരുക്കി തന്നു. ഞങ്ങൾ ഇറങ്ങി ഫുട്ടേജും വീഡിയോസൊക്കെ എടുത്തു. ചുറ്റും മലനിരകളാണ്, ചുറ്റും കണ്ണത്താ ദൂരത്തോളം വലിയ 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 മലനിരകളാണ്. ഞങ്ങളവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്നത് ശരിക്കും മഞ്ഞുകാലത്ത് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. മഞ്ഞുകാലത്ത് ഉറപ്പായിട്ടും ഇങ്ങോട്ടൊരു ട്രിപ്പ് നടത്തണമെന്ന് ഞാനും നീതുവും തീരുമാനിക്കുകയും ചെയ്തു. ഞങ്ങളവിടെ നിന്ന് കുറേ ഫുട്ടേജസ് എല്ലാം എടുത്ത് സന്തോഷമായിട്ട് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോകുവാനായിട്ട് തുടങ്ങിയാണ്. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയിറക്കമാണ്. ഇപ്പോൾ ശരിക്കും ഈ ഭൂപ്രകൃതിയുടെ ഏറ്റവും ടോപ്പിൽ എത്തിയതിനു ശേഷം ഇവിടെ നിന്ന് ഞങ്ങൾ താഴേക്ക് മലയിറങ്ങുകയാണ്. ഞങ്ങളുടെ ഡ്രൈവർ ആളൊരു കിടുവാണ് കേട്ടോ. കാരണം ഈ ഒരു സമ്മർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ തന്നെ, ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ 89ാമത്തെ ട്രിപ്പാണ് ഇതെന്നാണ് അയാൾ പറഞ്ഞത്. മലയിറക്കം തുടങ്ങിക്കഴിഞ്ഞു. ഡ്രൈവർ പക്ഷേ ഞങ്ങളോട് പറഞ്ഞു എക്സ്ട്രാ കുറച്ച് സ്പോട്ടും കൂടെ ഉണ്ട്, അവിടെ ഞങ്ങൾ നിർത്തി തരാമെന്ന് പറഞ്ഞു. രണ്ടാമത് ഞങ്ങൾ ഗ്ലെൻകോയിൽ നിന്ന് ഞങ്ങൾ ചെന്നതിന് ശേഷം നിർത്തി തന്നത് ഒരു പഴയ ആർമിയുടെ ക്യാമ്പിലാണ്. 2ാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ഇവിടെ കഠിനമായ പരിശീലനം നൽകിയതിനു ശേഷം യുദ്ധമുഖത്തേക്ക് അയക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു ആർമി ക്യാമ്പ് നിലനിന്നിരുന്ന സ്ഥലത്താണ് ഞങ്ങൾ ചെന്നത്. അവിടെ അതിന്റെ സ്മരണാർത്ഥം ഒരു ശിലയൊക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും മലയിറക്കം ആരംഭിച്ചു കഴിഞ്ഞു. പോകുന്ന വഴിക്ക് വീണ്ടും ഒരു നല്ല ഫോട്ടോ സ്പോട്ട് വന്നപ്പോഴേക്കും ഡ്രൈവർ അവിടെ നിർത്തി. അവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പിൽ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ കാണാൻ പോയത് ഹെയറി കൂസ് എന്ന ഭീമാകാരനായിട്ടുള്ള ഒരു ഹൈലാൻഡ് കവിനെയാണ്. വളരെ ശാന്തനായിട്ട് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. സോ ഗൈസ്, ഇന്നത്തെ 1 ഡേ സ്കോട്ടിഷ് ഹൈലാൻഡ്സ് ട്രിപ്പിന്റെ ലാസ്റ്റ് സ്റ്റോപ്പാണിത്. ലാസ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ ഫുട്ടേജ് ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹൈലാൻഡ് ക്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവിടുത്തെ ഒരു പ്രത്യേക പശുവിനെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ്. വന്ന വഴികളിലെ കാഴ്ചകളെല്ലാം അതിമനോഹരമായിരുന്നു. അതിമനോഹരം മീൻസ് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കാഴ്ചകളായിരുന്നു. അത്രയധികം എൻജോയ് ചെയ്തിട്ടൊരു ട്രിപ്പാണ്. ഇതൊരു 1 ഡേ ട്രിപ്പായിട്ട് ഹെയറി കൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ഓർഗനൈസ് ചെയ്തൊരു ട്രിപ്പാണ്. സോ അത് ഒരുപാടൊന്നും ക്യാഷ് ഇല്ലാതെ തന്നെ നമുക്ക് വേഗം പർച്ചേസ് ചെയ്ത് ഓൺലൈൻ പർച്ചേസ് ചെയ്ത് കാണാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ വന്ന് ശരിക്കും ലാഭകരമായ ട്രിപ്പാന്ന് പറയണം. കാരണം 4 സ്റ്റോപ്പുകൾ മാത്രം ഐറ്റിനറിയിൽ പറഞ്ഞ ഈ യാത്രയിൽ ഡ്രൈവർ കുറേ എക്സ്ട്രാ സ്ഥലങ്ങളിൽ നമുക്ക് നടത്തി തന്നു. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നു. സോ ആബ്സല്യൂട്ട് വർത്ത് ആയിട്ടുള്ളൊരു ട്രാവലായിരുന്നു. സോ ഞങ്ങൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. വീഡിയോ ക്ലോസ് ചെയ്യുന്നതിന് മുന്നായിട്ട് സൈൻ ഓഫ് ചെയ്യുന്നത് നീതുമോൾ മാത്യു. സോ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി എഡിൻബറ സ്റ്റേഷനിൽ വന്നപ്പോൾ ട്രെയിൻ ഹൗസ്ഫുൾ. ഇന്നലെ സത്യം പറഞ്ഞ രജനീകാന്തിന്റെ കൂലിക്കാണ് ഹൗസ്ഫുൾ പ്രതീക്ഷിച്ചത്, അതില്ലായിരുന്നു. പക്ഷെ ഇന്ന് ട്രെയിൻ ഹൗസ്ഫുള്ളായി. അതുകൊണ്ട് ഇനി 1 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യണം. ബട്ട് ഈ ഒരു സംഭവം ഒഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. സോ എൻജോയിങ് ദ കട്ട പോസ്റ്റ് മൊമെന്റ്.